നോർത്ത് ഇന്ത്യയിലെ ചില സംസ്കാരങ്ങൾ നമ്മുടെ സംസ്ഥാനത്തോട്ട് കടന്നു വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. അവിടെയൊക്കെ ഇലക്ഷന് പലപ്പോഴും മെജോറിറ്റി ആയിട്ടുള്ള ആ പാർട്ടികൾ അവർ പല ആളുകളും ഇലക്ഷന് നാമനിർദ്ദേശം പത്രിക കൊടുക്കുമ്പോൾ കൊന്നുകളയും തട്ടിക്കളയും, മര്യാദയ്ക്ക് പിൻവലിച്ചോണമെന്ന് പറഞ്ഞ് പേടിച്ച് പിൻവലിക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ട്. അതും ജനാധിപത്യ പ്രക്രിയ തന്നെയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം ഏതെങ്കിലും വിധത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിച്ചളയുക, ഈ രീതിയിലൊക്കെ ഉള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ അടുത്ത സമയത്ത് കാണാനിടയായ ഏറ്റവും വലിയ കാര്യം, ഇന്നലെ ഞാൻ തന്നെ അത് കണ്ട് ഞെട്ടിപ്പോയി. നമ്മുടെ കേരളത്തിലാണോ ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു പോയി. പരസ്യമായിട്ട് ഇവനൊക്കെ പറയാനുള്ള ഒരു ഉളുപ്പില്ലായ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരുത്തൻ അയാൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്നാണ് പറയുന്നത്, CPM-ൻ്റെ വലിയ പോസ്റ്റല്ലേ. ജംഷീർ, NS ജംഷീർ എന്ന് പറയുന്ന ഒരാൾ പണ്ട് നേരത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്ന രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് കേൾക്കുന്നത്. അത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അയാൾ 7 വർഷം മുമ്പ് CPM-ൽ നിന്ന് അച്ചടക്ക നടപടി ഒക്കെ നേരിട്ട ആളാണ്. കാരണം അച്യുതാനന്ദൻ ഗ്രൂപ്പായിരുന്നു. ഈ ഗ്രൂപ്പൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാലും അച്യുതാനന്ദൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അന്നുണ്ടായിരുന്നു. അച്യുതാനന്ദൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് പറയുന്നവരെ ഒരു പ്രത്യേക രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇയാൾ നടപടി നേരിട്ടു. അപ്പോൾ അയാൾ ഇപ്പം വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങ് മത്സരിക്കാൻ തീരുമാനിച്ചു. അയാൾക്ക് മത്സരിച്ചുകൂടെ ഇലക്ഷന്? അയാൾ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട്, അതായത് അഗളി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് അയാൾ മത്സരിക്കുകയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി. അയാൾ ആരെയും ഒന്നും പറഞ്ഞൊന്നുമല്ല. അപ്പോൾ അയാളുടെ പത്രിക പിൻവലിച്ചോണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അങ്ങനെ പിൻവലിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന് പറഞ്ഞു. ഉടനെ അതിന് ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പത്രിക പിൻവലിക്കുന്നത് അതല്ല പ്രശ്നം. അയാൾ പത്രിക പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ കാര്യം. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലേണ്ടി വരും എന്നാണ്. എന്ത് എളുപ്പമെന്നറിയാം, ഒരു മനുഷ്യൻ്റെ അടുത്താണ് പറയുന്നത്, കൊല്ലേണ്ടി വരുമെന്ന്. ഇവനാരെ, ഹിറ്റ്ലറോ? എന്തു ഈ പറയുന്നത് ഇതൊക്കെ? ഇന്നിങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ? ഇയാളാണോ നാട് ഭരിക്കുന്നവൻ? ഇയാൾ രാജാവാണോ? ഇരുന്ന് പറയുക, ഒരു മനുഷ്യൻ്റെ അടുത്ത് പറയുന്നതാണ്. എനിക്ക് ഇയാളെ ഒന്നും അറിഞ്ഞൂടാ, എന്നാലും ആ പറയുന്ന വർത്തമാനം കേട്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് എന്തെങ്കിലും പേടിയുണ്ടോ? കേസ് കൊടുത്ത് ഇവനെ അകത്താക്കണ്ടേ? വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തേക്കുന്നത്? പരസ്യമായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് അന്നേരം ചോദിച്ചു, അല്ല നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് രാമകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. തട്ടിക്കളയാന്ന്, അതാണെന്ന്. തട്ടിക്കളയാന്ന് പറഞ്ഞാൽ പന്ത് കെട്ടുന്നവരൊക്കെ ആലോചിച്ച് തട്ടുന്നതെന്നല്ല, കൊന്നുകളയുന്നായി പറയുന്നേ. ആദ്യം കൊല്ലേണ്ടി വരുമെന്ന് പറഞ്ഞു, പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ തട്ടിക്കളയുമെന്ന് പറഞ്ഞു. തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ കൊന്നുകളയും എന്നുള്ളതിൻ്റെ തന്നെ വാക്കാണ്. ഏതായാലും ഇനി ശബ്ദധാരാവലി ചിലപ്പോൾ എടുത്തുകൊണ്ട് വരും. തട്ടിക്കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാല് കൊണ്ട് ഒരു ചെറിയ ഒരു തട്ടുന്നതായിരിക്കും എന്നൊക്കെ. ഇനി ശബ്ദധാരാവലി കൊണ്ടുവന്നിട്ട്, പണ്ടൊരാൾ ശബ്ദധാരാവലി എടുത്തുകൊണ്ട് വന്നില്ലയോ, അതായത് ഒരു അർത്ഥം പറയാനായിട്ട്, ശുംഭൻ എന്ന് പറയുന്ന പ്രകാശം പരത്തുന്നവനെന്ന് ശബ്ദധാരാവലി കൊണ്ടുവന്നു, വാദിച്ചു. പക്ഷേ അകത്ത് പോയി കിടന്നിട്ട് ഇറങ്ങി വന്നു ഒരു കുഴപ്പമില്ലാതെ. പിന്നെ എന്തായാലും ശുംഭത്തരം പറഞ്ഞിട്ടില്ല. ഏതായാലും മതിയാക്കി. കാരണം അവിടെ പോയി കിടന്നിട്ട് വന്നപ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. ഏതായാലും ഇന്നലെ ഇത് കേൾക്കാനിടയായത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. ഒരു സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുക, ഇത് ഇയാളെ മാത്രമല്ല, വേറെ ഒരുപാട് സ്ഥാനാർത്ഥികളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സഖാവ് ഗോവിന്ദൻ്റെ, MV ഗോവിന്ദൻ്റെ ഭാര്യ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ആന്തൂർ, അവിടെ എതിരെ ആരും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പാടില്ലെന്നാണ് കേട്ടോ, പ്രഖ്യാപിത നയമാണ്. പണ്ട് ഇവർ ഇതേപോലെയുള്ള നയം എടുത്തത് ബംഗാളിലായിരുന്നു. ഇന്ന് ബംഗാളിലെ അവസ്ഥ അറിയാം. 40-40 വർഷം അവിടെ ഭരിച്ചതാണ് കേട്ടോ. ഇന്ന് ബംഗാളിൽ ഈ കൊടിയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റുമോ? ആ ഭാഗത്ത് അവിടെ അടുപ്പിക്കുമോ? അതാണ് കാര്യം. ആ രീതിയായി. ഇനി ആകെപ്പാടെയുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണ്. ഇത് ഭരിച്ചൊരു പരുവം അയ്യപ്പൻ്റെ മുതൽ വരെ കട്ട് റെഡിയാക്കിയെടുത്തു മുഴുവൻ. ഇനി വേണ്ടത് എന്താണെന്നറിയോ? ഇനി ഇവിടെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഭരിക്കണം. ഇത് അവസാനത്തെ ഭീഷണിയായിരിക്കും.
അവസാനത്തെ ഭീഷണിയായിരിക്കും ഇത്. കാരണം ഇത് ജനങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കത്തൊന്നുമില്ല. ബംഗാളിനെക്കാളും പ്രബുദ്ധരായിട്ടുള്ള ആളുകളുള്ളതാണ് കേരളം. അവിടെ പിന്നെ ആദ്യമൊക്കെ കുറേ നേരം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ ആളുകൾ നടിക്കും. ഇവിടെ സമയമൊന്നുമില്ല ആർക്കും, അതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ളവന്മാരെ വളർത്തിയെടുത്താൽ, അപ്പോൾ അയാളെ ഇന്ന് ഞാൻ അഭിമുഖം കണ്ടു. അപ്പോൾ അതിനകത്ത് രാവിലെ ഈ രാമകൃഷ്ണൻ പറഞ്ഞ അടുത്ത് ചോദിച്ചു, അല്ല വേറെ കുറേ സാമ്പത്തിക അഴിമതിയെക്കുറിച്ചൊക്കെ പറയുന്നല്ലോ. അതുകൊണ്ട് അതായത് പഞ്ചായത്തിന് കൊടുക്കുന്ന ഫണ്ട്, അതായത് സംസ്ഥാനം കൊടുക്കുന്ന ഫണ്ട് മുഴുവൻ എടുത്ത് തിരിമറി നടത്തും, ഇതെല്ലാം എടുക്കും, അത് മുഴുവൻ അടിച്ചു മാറ്റും. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് അയാളിപ്പോൾ പറയുകയാണ്, വെളിവാക്കുകയാണ്. ഇത് പറയുന്നവനെ കൊല്ലുക എന്നുള്ളതാണ് ഇവരുടെ പ്രിൻസിപ്പിൾ. അതാണ് വേണ്ടത്. ഇവർക്ക് ആവശ്യം അതാണ്. ഭീഷണിപ്പെടുത്തി റെഡിയാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ആരും എതിരെ മത്സരിക്കാതിരുന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, മത്സരമില്ല. ഇതുപോലെ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് പറയപ്പെടുന്നു. ഇത് ആദ്യം നോർത്തേൺ കേരള, വടക്കൻ കേരളത്തിലേ ഉള്ളായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ അതും തെറ്റി. അപ്പോൾ ആലപ്പുഴ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് പറയുന്നത്. സ്ഥാനാർത്ഥിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, അത് പിൻവലിച്ചോണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ശരി കാറ്റുകളയും. ഇതാണ് ഇവൻ്റെയൊക്കെ കയ്യിലാണോ നമ്മുടെ ജീവൻ ഇരിക്കുന്നത്? മത്സരിക്കാൻ ഒരാൾക്ക് അവകാശമില്ലേ? ഈ രാമകൃഷ്ണൻ അവിടെ അയാൾ മത്സരിക്കുന്നു. അയാൾ നിങ്ങളുടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായ വോട്ട് കൊടുക്കണ്ട, വേറെ ആരെങ്കിലും അയാൾക്ക് വോട്ട് കൊടുക്കുന്നതിന് എന്താ, നിങ്ങൾക്ക് എന്താ വിരോധം? ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പാർട്ടി പോകുന്നതെന്നുണ്ടെങ്കിൽ അധികകാലം ഈ പാർട്ടി ഇന്ത്യയിൽ കാണത്തില്ല. അതാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്, ബാക്കി എങ്ങും ഇല്ലല്ലോ ഭരണം. ഇവർ ഇഷ്ടംപോലെ ഭരിച്ചുകൊണ്ടിരുന്ന മണിപ്പൂർ, ഇവർക്ക് അവിടെ ഒന്നുമില്ലല്ലോ, ചുട്ട് തിന്നാൻ പോലും കിട്ടത്തില്ല. പശ്ചിമബംഗാളിൽ കയറാൻ പറ്റിയല്ല, ഈ രീതിയായി. പിന്നെ തെറ്റിയെ തെറിച്ച് അവിടെ ഇവിടെങ്കിലും ഒരു സീറ്റെങ്ങാണം ചിലപ്പം ബാക്കി, അത് ഇടതുപക്ഷ വിശാല മുന്നണിയുടെ ഭാഗമായിട്ടെങ്ങാണം ചിലപ്പം കിട്ടിയെന്നിരിക്കുമായിരിക്കും. അതല്ലാതെ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ കേരളത്തിലുള്ളത് അത് കൊണ്ട് കളയാനുള്ള എല്ലാ ലക്ഷണവും നിങ്ങൾ കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഈ അഹങ്കാരം. ഈ അഹങ്കാരത്തിന് ഈ കയ്യും കാലും വെച്ചതാണ് അപ്പം നമ്മൾ കാണുന്നത് ഇവരെയൊക്കെ. അങ്ങനെ അത് മാറണം. അങ്ങനല്ല വേണ്ടത്. ഒരു മര്യാദയോടുകൂടി പെരുമാറാൻ പഠിക്കണം. അത് ഇല്ലെങ്കിൽ ഈ പാർട്ടി അവരെ അത് പഠിപ്പിക്കണം, സഖാക്കളെ. ഇല്ലെങ്കിൽ ഇത് അപകടമാണ്, ഈ പ്രസ്ഥാനത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്.